നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതം സന്തോഷപൂർണവും ഐശ്വര്യപൂർണവുമാവുന്നതിന് ശുക്രന്റെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ സ്നേഹവും സന്തോഷവും എല്ലാം ശുക്രന്റെ സ്വാധീനം അനുസരിച്ചാണ് പോകുന്നത്. ശുക്രൻ അനുകൂലമായാൽ മാത്രമേ ജീവിതത്തിൽ ഇവയെല്ലാം നമ്മൾക്ക് കൈവന്നു ചേരുകയുള്ളൂ. അതുകൊണ്ട് ശുക്രന്റെ മാറ്റങ്ങൾ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നതാണ്. നിശ്ചിത ഒരു കാലഘട്ടം കഴിയുമ്പോൾ ശുക്രൻ രാശിയും നക്ഷത്രവും ഒക്കെ മാറി സഞ്ചരിക്കും. അതിന്റെ മാറ്റങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഒരു മാറ്റം ഡിസംബർ 11 ശുക്രൻ ഒരു നക്ഷത്രമാറ്റം നടത്തിയിരിക്കുകയാണ്. തിരുവോണം നക്ഷത്രത്തിലേക്കാണ് ശുക്രൻ എത്തിയത്. പുലർച്ചെ 3:27 ഈ നക്ഷത്രമാറ്റം നടന്നിരിക്കുന്നത്. ചന്ദ്രനാണ് തിരുവോണത്തിന്റെ അധിപതി എന്ന് പറയുന്നത്. മഹാവിഷ്ണുവാണ് ഈ നക്ഷത്രത്തിന്റെ ദൈവം. മകരം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. മകരം രാശിക്കാരുടെ അധിപൻ കൂടിയാണ് ശുക്രൻ. ശുക്രന്റെ നക്ഷത്രമാറ്റം ചില രാശികളിലുള്ളവർക്ക് ജീവിതത്തിൽ നല്ല കാലത്തിന്റെ ആരംഭമാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനും ഒന്നിനും മുട്ടില്ലാതെ സുഖസൗകര്യങ്ങളോടെ വാഴുവാനും കഴിയുന്ന സമയങ്ങളിലാണ് ഇവര് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെയുള്ള രാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മകരം രാശി തന്നെയാണ്. മകരം രാശിയിൽ ശുക്രൻ ലഗ്നഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മകരം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങള് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് മകരം രാശിയിലുള്ളത്. മകരം രാശിയിലെ ശുക്രൻ ലഗ്നഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും വിജയം നൽകാൻ ശുക്രന്റെ അനുഗ്രഹം ഇവർക്കൊപ്പം ഉണ്ടാവും. ഏറെക്കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നതാണ്. ഭൗതിക സുഖങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു സമയമാണ്. ജോലിയിലുള്ള താല്പര്യമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റം, ശമ്പള വർധനം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ മുന്നിൽ തെളിയും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഈ കാലയളവ് വളരെ ഗുണകരമാണ്. ബിസിനസ്സിൽ കൂടുതൽ വ്യാപരിക്കാനും ലാഭം നേടാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വ്യക്തിബന്ധങ്ങളൊക്കെ ഊഷ്മളമാവുന്നതാണ്. ദാമ്പത്യത്തില് സന്തോഷമൊക്കെ വന്നു ചേരുന്നതാണ്. പ്രണയം വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതാണ്. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകളൊക്കെ തന്നെ വരുന്നതാണ്. ദാമ്പത്തിക ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ധനു രാശിയിൽ ജനിച്ചവർക്കാണ്. ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുരാശിയിൽ ജനിച്ച ആളുകളുടെ ശുക്രൻ 3-ാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് ശുക്രന്റെ നക്ഷത്രമാറ്റത്തിലൂടെ ധനലാഭം, കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത ഒക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ കരിയറിലെ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനയും അടക്കമുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ജോലി സമ്മർദ്ദമൊക്കെ വളരെ കുറയുന്നതാണ്. ജോലിയൊക്കെ കൂടുതൽ ആസ്വാദികരമാകും. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ കാലയളവ് അതിന് വളരെ അനുകൂലമാണ്. ബിസിനസ്സിലെ എതിരാളികൾക്ക് മേലെ വിജയം നേടാനാവുന്ന ഒരു സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം നല്ല ഒരു സമയമാണിത്. സാമ്പത്തികമായിട്ട് ഉയർച്ചയൊക്കെ നേടുന്ന ഒരു സമയമാണ്. അതേസമയം ചിലവുകൾ നിയന്ത്രിക്കാനായിട്ട് ഇച്ചിരി പാടുപെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ചിലവുകൾ ധാരാളിത്തം നിങ്ങൾ കാണിക്കാൻ പാടില്ല. കയ്യിൽ വരുന്ന പണം അതുപോലെ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ വരുന്നുണ്ടെങ്കിലും അതെല്ലാം നോക്കി ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ പണം മറ്റൊരാളെ, വിശ്വസ്തമായിട്ടുള്ള ഒരാളെ അത് നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഏതെങ്കിലും ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങളിലേക്കൊക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. ധാരാളിത്തം കാണിച്ച് പണം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഇതൊക്കെ അനുഭവയോഗ്യമാകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥന കൂടിയേ തീരൂ. പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകണം. ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യം കൂടി കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ്. ഇടവം രാശിയിലെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രങ്ങളാണ്. ശുക്രന് തിരുവോണം നക്ഷത്രത്തിൽ എത്തിയത് കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന അടുത്ത രാശിക്കാരെന്ന് പറയുന്നത് ഇടവം രാശിക്കാർ തന്നെയാണ്. ഈ രാശിക്കാരുടെ ഭാഗ്യഭാവത്തിലാണ് ശുക്രൻ നിലനിൽക്കുന്നത്. 9-ാം ഭാവത്തിലാണ് ശുക്രൻ തിരുവോണത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ ഇടവം രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും വിജയവും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം ഉണ്ടാവും. ധാരാളം പണം കൈവരാനുള്ള യോഗമുള്ളൊക്കെയുള്ള ഒരു സമയമാണിത്. അതോടൊപ്പം ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നുമുണ്ട്. തീർത്ഥയാത്രകളൊക്കെ നടത്തുവാൻ സാധ്യതയുണ്ട്. കൂടുതൽ സന്തോഷവും സാമ്പത്തിക നേട്ടവും നൽകുന്ന പുതിയ ജോലികള്, പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ജോലിയായിട്ടോ ബിസിനസ്സായിട്ടോ ഒക്കെ
നിരവധി യാത്രകൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് അത് വേണ്ടി വരുന്നതാണ്. ഇത് നിങ്ങളുടെ പുരോഗതിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയധികം മെച്ചപ്പെടും. പക്ഷെ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം ചില അസാരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ദാമ്പത്യത്തിൽ ചെറിയ കല്ലുകടികളൊക്കെ ഈ സമയത്ത് വരാവുന്നതാണ്. കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പണം സമ്പാദിക്കുന്നതിലേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വരാവുന്നതാണ്. കാരണം പണം നിങ്ങൾ ചെലവഴിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ്. അത് പല ആളുകൾക്കും പല രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ നൽകുകയില്ല. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് കാണുന്നത്. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായിട്ട് നിങ്ങൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക. എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. മേൽപ്പറഞ്ഞ 9 നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.